രാജ്യത്തിനെ മുഴുവൻ പറ്റിക്കുന്നവനാണ് CKC. ആ CKCയെ പറ്റിക്കാമെന്ന് നീ കരുതിയോ? വാളെടുത്തവൻ വാളാൽ, മൈക്കെടുത്തവൻ മൈക്ക് കൊണ്ട് തന്നെ തീരും. കാണിച്ചു തരാം ഞാൻ. പ്ലേറ്റിംഗ് ഇതാ ചേട്ടായി, ഞാൻ പോയി മേടിച്ചോണ്ട് വരാം. ഏയ് വേണ്ട. പവിത്രന്റെ കാര്യമൊക്കെ പുറത്തറിയിച്ചായിരുന്നു. എന്തായി? പവിത്രനെ കണ്ടുപിടിക്കാൻ പറ്റിയോ? വൈഫിനെ വിളിച്ച് കാര്യം പറഞ്ഞായിരുന്നു. പവിത്രനെ കാണുകയും ചെയ്തു. എനിക്ക് അനുകൂലമായ ചില സംഭവങ്ങളും ദയവായിട്ടുണ്ടാക്കി. എന്നിട്ട് സാറിന്റെ അനിയനെ പവിത്രൻ വിട്ടുകൊടുത്തോ? ഇന്നലെ 11 മണിക്ക് പ്രണവിനെ കൊണ്ടുവന്ന് വൈഫിനെ ഏൽപ്പിക്കാമെന്നാണ് പവിത്രൻ പറഞ്ഞത്. അത് നടന്നോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പവിത്രൻ എന്നെ പോലെയല്ല, ആള് പാവാ. സാറിന്റെ ഭാര്യ കൃത്യമായി അവനെ കണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ കൂടെ നിൽക്കും. അവന് പറ്റിയ പണിയല്ല അവൻ ഈ ചെയ്യുന്നത്. അവന്റെ മനസ്സിലെവിടെയോ ഒരു നന്മ കിടപ്പുണ്ട്. സാറ് വിഷമിക്കണ്ട. കാര്യങ്ങൾ പവിത്രൻ തന്നെ കോടതിയിൽ വന്ന് പറഞ്ഞോളൂ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും സാറിന് ഇന്ന് സലാം പറഞ്ഞ് പോവാം. ഗൗതമിനെ കാണാനായിട്ട് വൈഫ് വന്നിട്ടുണ്ട്. ഏയ് വേണ്ട, കഴിച്ചിട്ട് വന്നാൽ മതി. ഏയ് വേണ്ട വേണ്ട, ഞാൻ ദാ വരുന്നു. എന്താ നിധി? ഞാൻ ആകെ ടെൻഷനിലിരിക്കുകയായിരുന്നു. കോടതിയിലേക്ക് പോകുന്ന കാര്യത്തെക്കുറിച്ച് ഇവിടെ ആണെങ്കിൽ ആരും ഒന്നും പറയുന്നുമില്ല. ഇന്നലെ പറഞ്ഞ സമയത്ത് തന്നെ പവിത്രൻ പ്രണവിനെ കൊണ്ടുവന്നു. പ്രണവ് ഇപ്പൊ എവിടെയാ? ഈശ്വരമംഗലത്താണോ? അവന് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ? ഹെൽത്തൊക്കെ ഓക്കെ അല്ലേ? എന്തു പറ്റി നിധി? എന്താ പറയേണ്ടതെന്ന് എനിക്കറിയില്ല. പ്രതീക്ഷിച്ചതുപോലെയൊന്നും അല്ല നടന്നത്. ഞാൻ പറഞ്ഞതുപോലെ തന്നെ സംഭവിച്ചല്ലേ? പവിത്രൻ തനി സ്വഭാവം കാണിച്ചു കാണും. ചതിച്ചത് പവിത്രനല്ല, CKCയും ജ്യോതിർമയും തന്നെയാണ് ഗൗതം.
പവിത്രൻ എന്താ ഭ്രാന്ത് വല്ലതുണ്ടോ? അവൻ എന്തിനാ CKCയുടെ പെർമിഷൻ വാങ്ങിക്കാൻ വേണ്ടി പോയത്? വലിയ ഗുണ്ടയാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇത്രയ്ക്കൊക്കെയുള്ള ബുദ്ധിയുള്ളോ? പ്രണവനെ വിട്ടുകൊടുക്കട്ടെ എന്ന് ചെന്ന് CKCയോട് ചോദിച്ചാൽ ഉടനെ എന്നാൽ അങ്ങനെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് CKC തല കുലുക്കുന്നാണോ ആ മണ്ടൻ കരുതിയത്? ശ്ശേ. അവൻ കാണിച്ച വിഡ്ഢിത്തം കാരണം ഇപ്പൊ പെട്ടുപോയത് നമ്മളല്ലേ? ശ്ശേ. ഇനിയിപ്പോ എന്ത് ചെയ്യും? പവിത്രനെ CKCയും ജ്യോതിർമയും ചേർന്ന് അവരുടെ വീട്ടിൽ തന്നെ പൂട്ടിയിട്ടിരിക്കുകയാണെന്ന് അറിഞ്ഞിട്ട് നമ്മുടെ പഴയ മാനേജർ ഹരീന്ദ്രനെ ഉപയോഗിച്ച് പവിത്രനെ മോചിപ്പിക്കാനായി ഞാനൊരു കളി കളിച്ചു.